അപ്പം വെൽക്കം ടു ഈസി ടേസ്റ്റി ക്യൂസിൻ. നമ്മുടെ ഈസി ടേസ്റ്റി ക്യൂസിൽ എന്താണെന്നറിയോ? നമ്മുടെ ചിക്കൻ ക്രിസ്പി ചിക്കൻ ഡോണറ്റ്സ്, മേലെന്താ ഗാർലിക് സോസാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈസി ടേസ്റ്റി ക്യൂസിനിലെ കിച്ചണിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തയ്യാറാക്കാം. ചടപടി നമ്മൾ റെസിപ്പിയിലേക്ക് പോവാണ് കേട്ടോ. നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി എടുക്കാം കേട്ടോ. ഇത് കുറച്ച് മതി കേട്ടോ. നമുക്കത് ഒരു 2 ബ്രസ്റ്റ് പീസോളേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു അധികം ഇടുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഗാർലിക് സോസിനും കൂടെ ഇത് വേണ്ടി വരും. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കനുള്ളത് നമ്മൾ ക്രഷ് ചെയ്യാണ്, അപ്പോൾ അതുകൊണ്ട് വലിയ ഇതില്ല. പക്ഷെ നമ്മൾ ഗാർലിക് സോസിന് എടുക്കുമ്പോഴത്തേന് ചെറുതായിട്ട് തന്നെ വേണം. ഞാനൊരു 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് രണ്ടിനും കൂടാണ്. രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗാർലിക് സോസിനുള്ളതാണ്. ഇനി കൊറിയാൻഡർ ലീവ്സ് ആണ്. കൊറിയാൻഡർ ലീവ്സ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഗാർലിക് സോസിനും വേണം, നമുക്ക് ചിക്കനിൽ ഇടാനും വേണം. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ അത് ചെയ്യാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ചിക്കൻ, ദെൻ ഉള്ളി, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, ദെൻ പകുതി വെളുത്തുള്ളി, ഇത്രയും കൂടെ ഇടുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അല്ല, ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടാണ്. കുറച്ച് മതി. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം മതിയേ. 1/2 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇടുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കണം കേട്ടോ. ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോൺഫ്ലെക്സ്, ഏത് വേണമെങ്കിലും എടുക്കാം. കുറച്ച് ബ്രെഡ് ക്രംസ് അല്ല, ബ്രെഡ് എടുത്തിട്ടുണ്ട്, കോൺഫ്ലെക്സ് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് അരച്ചുകൊണ്ട് വന്നത് ഇതിലേക്ക് തന്നെ ബ്രെഡ് ക്രംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ള അത്ര ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ശരിക്കും ഒരു ക്രിസ്പിനെസ്സും കിട്ടും, പിന്നെ ഒരു ബൈൻഡിങ് ഏജന്റ് പോലെയാണ് കേട്ടോ ഇത്. ചെറുതായിട്ട് ഉരുട്ടി ഇനി നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ഓരോന്നായിട്ടിട്ട് നമുക്കിങ്ങനെ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. എന്നും പറയുന്ന പോലെ വറുക്കാനുണ്ടെങ്കിൽ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇടാവുള്ളൂ കേട്ടോ. അവസാനം കുറച്ച് മാവുണ്ടായിരുന്നു, അപ്പം ഞാനൊരു ചെറിയ ഡോണറ്റ് ആക്കി. നമ്മൾ മുഴുങ്ങി കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ മേലിലോട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കാം. നമ്മുടെ തീ കൂട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു സൈഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് തീ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം ഇടുമ്പോഴേ എണ്ണ നല്ല തിളച്ചിരിക്കുമ്പോഴത്തേന് ഇടുക. എന്നിട്ട് തീ കുറച്ച് വെച്ചു കേട്ടോ. ഒന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകണ്ട. ചിക്കൻ നമ്മൾ വേവിച്ചൊന്നും അല്ലല്ലോ, അപ്പം നമ്മൾ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇടുമ്പോഴത്തേന് തിളച്ചിരിക്കുമ്പോൾ ഇടാം. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് കുറച്ച് വെക്കാം. പിന്നെ നമുക്ക് അതനുസരിച്ച് നമ്മൾക്ക് അറിയാൻ പറ്റില്ല, കരിഞ്ഞു പോകരുത് പെട്ടെന്ന്. നമ്മൾ ആദ്യം ഇട്ടതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. എടുക്കുകയാണേ. നമ്മൾ ഉപയോഗിച്ച എണ്ണയില്ലേ, അതിലേക്ക് ഞാനൊരു
1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വീഴുന്നില്ല. അതിൽ കുറച്ച് എണ്ണ ഞാൻ മാറ്റി ബാക്കിയുള്ള എണ്ണയിൽ ബട്ടർ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഗാർലിക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൊറിയാണ്ടർ ലീവ്സും പച്ചമുളകും. അത് സോൾട്ടഡ് ബട്ടർ ആണ്, അതുകൊണ്ട് ഒരു പിഞ്ച് സോൾട്ട് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അധികം വേണ്ടേ. നല്ലപോലെ ഇളക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണേ. അത് ചിക്കൻ സ്റ്റോക്കിലാണ് ഞാനത് കലക്കിയേക്കുന്നത്. ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാണ്ടും നമുക്ക് ഉപയോഗിക്കാം. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ കുറച്ചിട്ട് ഞാൻ വിസ്ക് ഉപയോഗിച്ച് ചെയ്യണം കേട്ടോ. കോൺഫ്ലോർ ചിലപ്പോൾ കട്ടിയാവും പെട്ടെന്ന്. അത് പെട്ടെന്ന് തന്നെ പാൽ ഒഴിച്ച് നമ്മൾ നല്ലപോലെ വിസ്ക് ചെയ്തെടുക്കണം. ഗാർലിക് സോസ് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഇരുന്ന് ഒന്ന് ജസ്റ്റ് കുറുകും കേട്ടോ. ഇനി പ്ലേറ്റിംഗ് ചെയ്തെടുക്കാം അല്ലേ. നമ്മുടെ ക്രിസ്പി ഡോണറ്റ് അങ്ങനെ നിരത്തി വെക്കാം. നമുക്ക് ഗാർലിക് സോസ് നമ്മുടെ ക്രിസ്പി ഡോണറ്റിൻ്റെ മേലിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ക്രിസ്പി ഡോണറ്റ്സ് ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട്. 1-1.5 ടേസ്റ്റാണ്. ഞാനത് എന്താ പറയുക, സോസിലിട്ടും കഴിച്ചു, സോസ് ഇല്ലാതെയും കഴിച്ചിട്ടുണ്ട്. സോസ് ഇല്ലാണ്ടുള്ളത് കേട്ടോ. ദാനപ്പൻ ഇങ്ങനെ കഴിച്ചത്. ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ 2 കഴിച്ചിട്ടുണ്ട്. നെല്ലിക്കുട്ടൻ ഉറങ്ങിപ്പോയി. സോസ് ഇല്ലാതെ നല്ലതാണ്. സോസിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കുരുമുളക് ഓൾറെഡി നമ്മൾ എന്താ പറയുക ചിക്കനിൽ ഇട്ടിട്ടില്ലേ, അതുകൊണ്ട് സോസിലുള്ള പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, ബാക്കിയെല്ലാം പക്കയായിരുന്നു. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ ഒരു ബൈറ്റ് എടുക്കട്ടെ. സൗണ്ട് വെക്കാമോ? അതെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരെ ടാറ്റാ.